നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവി അമേരിക്കയിൽ പോയി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തുന്നു. ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്നു. എന്നാൽ ഇപ്പോഴും ആ യുദ്ധഭീഷണി വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ വൻ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടാക്കിയെന്ന് തുറന്നു സമ്മതിക്കുന്നു. ഇങ്ങനെ പോയാൽ മറ്റു മാർഗമില്ലാതെ യുദ്ധത്തിലേക്ക് തങ്ങൾ കടക്കുമെന്ന് മുൻ വിദേശകാര്യമന്ത്രിയായ ബിലാവൽ ഭൂട്ടോ അടക്കം പരാമർശിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ യുദ്ധഭീഷണി മുഴക്കുമ്പോഴും ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ല പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാൻ സൈനിക മേധാവിയും പാകിസ്ഥാൻ നേതൃത്വവുമൊക്കെ ഇന്ത്യക്കെതിരെ ഒരേ ലൈനിൽ തന്നെയാണ് ആക്രമണ ഭീഷണി ഉയർത്തുന്നത്. അപ്പോഴാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു അഭ്യർത്ഥന നടത്തുന്നത്. ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ഇന്ത്യ ഒന്ന് കനിയണമെന്നാണ് പറയുന്നത്. വേറൊന്നിനുമല്ല, വെള്ളത്തിന് വേണ്ടി. പഹൽഗാമിൽ 26 പേരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായ ഭീകരാക്രമണം, അതിന് പിറകെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ അതിനു മുന്നേ ഇന്ത്യ നടത്തിയ നയതന്ത്ര യുദ്ധം, അതായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ വിഷയം. 6 പതിറ്റാണ്ട് കാലമായി ഇന്ത്യ തൊടാതിരുന്ന ഒരു വിഷയത്തിൽ പൊടുന്നനെ കൈവച്ചുവെങ്കിൽ അത്രയധികം ഇന്ത്യക്ക് വേദനിച്ചു എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കുക. ഇനി ഇതൊന്നും തന്നെ സഹിക്കാനോ ക്ഷമിക്കാനോ തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ശക്തമായ ഭീകരതയ്ക്കെതിരായിട്ടുള്ളൊരു മറുപടിയായി തന്നെയാണ് ഈ കരാർ മരവിപ്പിച്ചത്, കരാർ റദ്ദാക്കിയത്. എന്നാൽ ഈ കരാർ പുനരാരംഭിക്കണമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇന്ത്യയോട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ പറയേണ്ട ഒരു വിഷയം, ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കിയ 2 പേർ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുമാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സിന്ധു നദീജല കരാർ പൂർണ്ണമായും നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യ നിർത്തിവെച്ച കരാർ ദയവ് ചെയ്ത് പുനരാരംഭിക്കണമെന്നും പാകിസ്ഥാന്റെ ആവശ്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു മറ്റു ചിന്തയിലേക്ക് കടക്കില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് കൃത്യമായി പാകിസ്ഥാനെ അറിയിച്ചിട്ടുമുണ്ട്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 8 വന്ന തർക്ക പരിഹാര കോടതിയുടെ വ്യാഖ്യാനം അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കരാർ സാധാരണ നിലയിലേക്ക് വളരെ വേഗത്തിൽ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നു എന്നുകൂടിയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ നിലവിൽ മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത്. സുപ്രധാന കണ്ടെത്തലിൽ പാകിസ്ഥാന് തടസ്സമില്ലാത്ത ഉപയോഗത്തിന് വേണ്ടി പടിഞ്ഞാറൻ നദികളിലെ, അതായത് ചെനാബ്, ഝലം, സിന്ധു എന്നീ നദികളിലെ വെള്ളമൊഴുക്കാൻ ഇന്ത്യ അനുവദിക്കണമെന്ന് കോടതി പ്രഖ്യാപിച്ചു. അതനുസരിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ ഉൽപ്പാദനത്തിനുള്ള പ്രത്യേക ഇളവുകൾ, ഈ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ആവശ്യകതകളൊക്കെ ദയവ് ചെയ്ത് പാലിക്കുക എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി ഈ അടുത്തായിരുന്നു, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഇന്ത്യക്ക് നേരെ ആണവ ഭീഷണി മുഴക്കിയത്. അതിന് പിറകെയാണ് പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും സമാനമായ ഭീഷണി ഉയർത്തി രംഗത്ത് വന്നത്. രണ്ടുപേരും യുദ്ധഭീഷണി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്നും പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ദോഷമുണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു രാജ്യവും മറ്റാരും തന്നെ ഇവിടെ ജീവിക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കുമെന്നും അടക്കമുള്ള സൂചനകളാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാൻ ഉണ്ടാക്കിയ നഷ്ടം, അതിനെക്കുറിച്ചാണ് പ്രധാനമായും ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാ പാകിസ്ഥാനികളും ഒന്നിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കണമെന്ന ആഹ്വാനമാണ് ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുപോലെ തന്നെ അസിം മുനീർ പറഞ്ഞത്, പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണെന്നും ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെ അടക്കം ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് അസിം മുനീർ അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്ക് നേരെ ഉയർത്തിയ ഭീഷണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ കനത്ത നാശനഷ്ടം പാകിസ്ഥാന് നൽകുന്നെന്നും മോദിക്കും ഈ ആക്രമണത്തിനുമെതിരെ നാം ഒന്നിക്കേണ്ടത് അനിവാര്യമാണെന്നുമാണ് ബിലാവൽ ഭൂട്ടോ. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചാൽ പാകിസ്ഥാന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ വരും. യുദ്ധമല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടി വരില്ല. 6 നദികളും തിരിച്ചു പിടിക്കാനുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ ശക്തരാണ്. ഇന്ത്യ ഈ പാത തുറന്നാൽ ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധ സാധ്യതകളടക്കം പാകിസ്ഥാൻ പരിഗണിക്കുമെന്നാണ് ഇന്ത്യക്ക് നേർക്കുള്ള ഭീഷണി. അതല്ലാതെ ഞങ്ങൾക്ക് മറ്റു വഴിയില്ല എന്നും ബിലാവൽ ഭൂട്ടോ പറയുന്നു. ഞങ്ങളല്ല യുദ്ധം തുടങ്ങിവെച്ചതെന്നും ബിലാവൽ ഭൂട്ടോ പരിഹാസ രൂപേണ പറയുകയാണ്. അത് ശരിക്കും ഒരു പരിഹാസമായി തന്നെയാണ് തോന്നുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഇനിയും ആക്രമണം നടത്താനാണ് ശ്രമമെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യയിലെയും ജനം പോരാടാൻ തയ്യാറാണ്. ജയിക്കാതെ തങ്ങൾ തല കുനിക്കില്ല എന്നാണ് ബിലാവൽ ഭൂട്ടോ പ്രസംഗത്തിലൂടെ ഭീഷണി ഉയർത്തുന്നത്. അമേരിക്കൻ സന്ദർശനത്തിനിടെ പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയതിന് പിറകെ തന്നെ ബിലാവൽ ഭൂട്ടോയുടെ ഈ പ്രസ്താവനയും ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നു എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല.
ആണവായുധം കാട്ടിയുള്ള പാകിസ്ഥാന്റെ ഭീഷണി എന്ന് പറയുന്ന ഒരു പതിവ് ശൈലി തന്നെയാണ്. ആ ഭീഷണിക്കൊന്നും തന്നെ ഇന്ത്യ മുട്ടുമടക്കില്ലെന്നും വഴങ്ങില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ തന്നെ മറുപടി പറഞ്ഞിരുന്നു. ഇത്തരം പരാമർശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിരുത്തരവാദിത്തത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തമായി തന്നെ ഒരു നിഗമനത്തിലെത്താൻ കഴിയും. ഇന്ത്യയുടെ സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിയതിനെ ശക്തമായി ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. ഏറെ ഖേദകരമാണ് അസിം മുനീറിന്റെ പരാമർശമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനനുവദിച്ച അമേരിക്കയ്ക്കെതിരെയും ശക്തമായി തന്നെയാണ് ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത.